സ്പീക്കർ അവൈലബിൾ ആണ് ബൾബിൽ തന്നെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മൾട്ടി കളേഴ്സ് നമുക്ക് റിമോട്ട് ഉപയോഗിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാം. നല്ലപോലെ പിടിച്ചൊന്ന് ചെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടിക്കും. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ഒരു പാൻഡമിക് സിറ്റുവേഷനിലൂടെയാണ് എല്ലാവരും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും അവരവരുടെ സേഫ്റ്റി ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഞാൻ രാവിലത്തെ ഒരു ന്യൂസിൽ ഞാൻ കണ്ടിരുന്നു, കൊച്ചിയിലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലെ ബെഡ് അവൈലബിൾ അല്ല എന്നൊരു ന്യൂസ് കണ്ടിരുന്നു. അപ്പൊ അതേ ന്യൂസിൽ തന്നെ അവർ പറയുന്നുണ്ട്, നമ്മൾ ഡയറക്റ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെ കൺസൾട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഒരു കൺട്രോൾ റൂം ഉണ്ട്. അപ്പൊ ആ കൺട്രോൾ റൂമിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ തന്നെ ബെഡ് അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ കൺട്രോൾ റൂമിന്റെ നമ്പർ ഞാൻ താഴത്തോടെ സ്ക്രോൾ ചെയ്യുന്നുണ്ട്, വേണ്ടവർക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സ്മാർട്ട് LED ബൾബിനെ കുറിച്ചാണ്. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്തതാണ്. നമുക്കിപ്പോ കിട്ടിയുള്ളൂ, കിട്ടി വരുന്ന വഴിയാണ്. അപ്പൊ തന്നെ എനിക്ക് ഈ ഒരു സംഭവം നിങ്ങളോട് പരിചയപ്പെടുത്തണമെന്നുണ്ട്. അപ്പൊ ഇതിന്റെ കംപ്ലീറ്റ് റിവ്യൂ, പിന്നെ ഇതിന്റെ വിലയും കാര്യങ്ങളും എന്താണെന്ന് നമുക്ക് വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോ ഞാനിത് പർച്ചേസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ടെക്നോളജീസും അതേപോലെ തന്നെ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി കാര്യം. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ട്. സ്പീക്കർ അവൈലബിൾ ആണ് ബൾബിൽ തന്നെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മൾട്ടി കളേഴ്സ് നമുക്ക് റിമോട്ട് ഉപയോഗിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ ബ്ലൂടൂത്ത് 3.0 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അപ്പൊ നമുക്ക് എന്തായാലും ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്തിട്ട് പിന്നെ വീഡിയോ അവസാനം വരെ കാണുക. ഇതിന്റെ റേറ്റും കാര്യങ്ങളും വളരെ കംഫർട്ടബിൾ റേറ്റിലാണ്. പിന്നെ എത്ര നാൾ ഓടുന്നൊന്നും എന്നോട് ചോദിക്കരുത്. അപ്പൊ നമുക്ക് എന്തായാലും ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒരു പുതിയ ടെക്നോളജി വരുമ്പോൾ നമുക്കത് എക്സ്പെരിമെന്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു കൗതുകമാണ്. അപ്പൊ ഞാൻ ആ കൗതുകത്തിന്റെ പുറത്ത് മേടിച്ചതാണ്. അപ്പൊ നിങ്ങളോട് ഇത് പരിചയപ്പെടുത്തുകയും ചെയ്യാം. പിന്നെ ഐറ്റം നല്ലതാകാൻ 336 രൂപക്ക് അല്ലെ, എന്ത് ബിൽഡ് ക്വാളിറ്റി പ്രതീക്ഷിക്കാനാണ്. നമുക്ക് നോക്കാം എന്തായാലും. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിന്റെ അകത്തൊരു റിമോട്ട് കിട്ടുന്നുണ്ട്. റിമോട്ട് നമുക്ക് തൽക്കാലം മാറ്റി. ഇതാണ് ബൾബ് കേട്ടോ. ഓക്കെ, ഇതിൽ പ്രത്യേകിച്ച് വേറെ സീലും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഐറ്റം. ഇതാണ് നമ്മുടെ സ്മാർട്ട് LED ബൾബ്. അപ്പൊ ഇതിന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പ്ലഗ് ചെയ്ത് നോക്കണം. പിന്നെ നോർമലി ഇന്ത്യൻ ഹോൾഡേഴ്സിൽ വരുന്ന B22 എന്ന് പറഞ്ഞിട്ടുള്ള പിൻ ടൈപ്പ് ഹോൾഡർ തന്നെയാണ് ഇതിന്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. സ്പെസിഫിക്കേഷൻ ഇതിന്റെ അകത്ത് തന്നെ ബോക്സിന്റെ അകത്ത് തന്നെ കൊടുക്കുന്നുണ്ട് അവര്. അപ്പൊ അതിന്റെ അകത്ത് മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയൊരു സംഭവം, ഇത് 6 വോൾട്ട് ബൾബാണ്. അപ്പോൾ 6 വോൾട്ട് അത്രയും വലിയൊരു വെളിച്ചം ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ബിൽഡ് ക്വാളിറ്റി എനിക്ക് അത്ര വലിയ ഒരു സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. കാര്യം നല്ലപോലെ പിടിച്ചൊന്നും ഞെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടിക്കും. അപ്പൊ ആ രീതിയിലുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി മാത്രമേ ഇതിന്റെ അകത്തുള്ളൂ. പിന്നെ ഇതിന്റെ അകത്ത് വന്നിരിക്കുന്ന ഫീച്ചേഴ്സ് കണ്ടിട്ട് മാത്രമാണ് നമ്മൾ, ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസും കണ്ടിട്ടാണ് നമ്മൾ ഇത് മേടിച്ചിരിക്കുന്നത്. 3 വോൾട്ട് RMS സ്പീക്കറാണ്, കുഴപ്പമില്ല, നല്ലൊരു സ്പീക്കർ തന്നെയാണ്, നല്ല സൗണ്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഫ്രീക്വൻസി റെസ്പോൺസ് അത്യാവശ്യമുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 3.0 അത് ഞാൻ മേടിക്കാൻ നോക്കിയപ്പോൾ കണ്ടിരുന്നു. ബ്ലൂടൂത്ത് 3.0 ആണെന്നുള്ളത്. 3.0ൽ A2DP എന്ന് പറഞ്ഞിട്ടുള്ള കോൺഫിഗറേഷൻ സപ്പോർട്ടീവ് ആയിട്ടുള്ളതാണ്. A2DP എന്ന് പറയുമ്പോൾ നമ്മൾ മൊബൈലിലൊക്കെ യൂസ് ചെയ്യുന്ന HD ഓഡിയോസ് കുറച്ചുകൂടി അത്രയും ഓഡിയോ ക്ലിയർ അല്ലെങ്കിലും ആ സ്റ്റീരിയോ മോണോ ഒരു പെർഫോമൻസ് ഒക്കെ നമുക്ക് ഈ ഒരു സ്പീക്കറിനകത്ത് കിട്ടും എന്നാണ് ഇവര് പറയുന്നത്. നോക്കാം നമുക്ക്. പിന്നെ റേഡിയോ റേഞ്ച് 33 ഫീറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 10 മീറ്ററോളം നമുക്ക് കണക്ടിവിറ്റി നമുക്ക് കിട്ടും. അതും കൊള്ളാം. പിന്നെ ക്യാപ് ബേസ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ B22 എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ ക്യാപ് ബേസ് ആണ്. അതായത് ഇന്ത്യൻ ഹോൾഡേഴ്സിൽ ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഹോൾഡർ തന്നെ, സാധാ ബൾബിന്റെ ഹോൾഡർ. അപ്പൊ മറ്റു സ്മാർട്ട് ബൾബിലൊക്കെ ഞാൻ കണ്ടൊരു സംഭവം റൗണ്ട് ആയിട്ടുള്ള ഹോൾഡറാണ്. അതായത് നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് വെക്കുന്ന. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു ഹോൾഡർ നമ്മൾ പർച്ചേസ് ചെയ്യണം. അത് നമ്മൾ ഫിക്സ് ചെയ്തതിനു ശേഷം നമുക്കിത് ഹോൾഡറിലേക്ക് ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഇതും കൂടിയുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സ്പെസിഫിക്കേഷനിൽ പറയുന്ന കാര്യങ്ങൾ.
അപ്പൊ എന്തായാലും നമുക്ക് ഇവരൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയിട്ട് ബാക്കി നമുക്ക് തീരുമാനിക്കാം. 336 രൂപയ്ക്ക് ഇവൻ ലാഭമാണോ നഷ്ടമാണോ എന്നുള്ള കാര്യം. പിന്നെ 336-ന് ആനേനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത്രയും സാധനം തന്നെ. ഇപ്പൊ എന്തായാലും റിമോട്ട്, ബൾബ്, സ്പീക്കർ 336 രൂപ ലാഭം. ഇനി ഇത് തെളിഞ്ഞ ഓക്കെ. അപ്പൊ നമുക്ക് ഇവനെ പെർഫോമൻസ് നോക്കാം. കേറിപ്പോരെ. അപ്പൊ ബൾബ് നമ്മൾ ഫിക്സ് ചെയ്തു. ഇത് ഈ ഇട്ടിരിക്കുന്നതാണ് ബൾബ്. നമ്മുടെ കയ്യിൽ ഇപ്പൊ റിമോട്ട് ഉണ്ട്. റിമോട്ട് വെച്ചിട്ട് നമുക്ക് ഇത് ഓഫ് ചെയ്യാം, ഇത് ഓൺ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്കിതിന്റെ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാം. ഇപ്പൊ ബ്രൈറ്റ്നസ് ശരിക്കും കുറഞ്ഞു. ഇത് നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടിയിടാം. പിന്നെ ഉള്ളത് റെഡ്, ഗ്രീൻ, ബ്ലൂ, വൈറ്റ്, അത്രയും ഒരു 3-4 കളർ ഡിഫറൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഫ്ലാഷ് മോഡ് ഉണ്ട്. ഫ്ലാഷ് മോഡ് ഇടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ലൈറ്റ്സും ഫ്ലാഷ് ആയിട്ട് പോകും. പിന്നെയുള്ളത് സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡാണ്. സ്ട്രോക്ക് പയ്യനെ കുറച്ചുകൂടി സ്മൂത്തായിട്ട് കയറി പോകും. പിന്നെ ഫെയ്ഡ് കാണാലോ, ചെറിയ ചെറിയ ചേഞ്ചസേ ഉള്ളൂ എല്ലാത്തിലും, വന്നാലും അതൊരു മോഡായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്മൂത്ത് എന്ന് പറഞ്ഞിട്ടൊരു മോഡാണ്. പിന്നെ നമുക്ക് പാട്ടിന്റെ ഇത് നമ്മൾ മൊബൈലിൽ ഇപ്പോൾ പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇവിടുന്ന് പോസ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ചെയ്യാം, വോളിയം കൂട്ടാം, കുറക്കാം. അത്യാവശ്യം 6 വോൾട്ട് ബൾബാണെന്നുണ്ടെങ്കിലും ഒരു റൂമിന് അത്യാവശ്യം വെളിച്ചം ഇത് മതിയാവും. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ബ്രൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചറാണ്. ഇപ്പം നമ്മളൊരു രാത്രിക്ക് ഒരു നൈറ്റ് ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു യെല്ലോ ഇതിൽ കൊടുത്തിട്ട് ശരിക്കും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു രാത്രിയൊക്കെ ഒരു ചെറിയൊരു വെളിച്ചത്തിന് നല്ലതാണ്. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇനിയിപ്പോൾ ഇതിന്റെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇനി ഒരു പാട്ട് വെച്ച് നോക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ സ്മാർട്ട് LED ബൾബിന്റെ പെർഫോമൻസ് ഒക്കെ നമ്മൾ കണ്ടു. ലൈറ്റില് നമുക്ക് വരുത്താവുന്ന ചേഞ്ചസും കാര്യങ്ങളും ആ റിമോട്ടൊക്കെ പക്കയാണ്, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സ്പീക്കറിനെയാണ് എനിക്ക് സ്പെഷ്യൽ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. നല്ല സൗണ്ട് ഉള്ള സ്പീക്കർ തന്നെയാണ്. നമുക്കൊരു റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ റൂമിൽ നല്ല രീതിയിലുള്ള ഒരു സൗണ്ട് നമുക്ക് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നിയത്, ബൾബ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്താലും നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വർക്ക് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ അതും എനിക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ എനിക്കൊരു പോരായ്മ എനിക്ക് തോന്നിയത്, ഞാൻ പറഞ്ഞല്ലോ, ബിൽഡ് ക്വാളിറ്റി തീരെ ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിപ്പോ ഞാൻ യൂസ് ചെയ്യുന്നു, എത്ര ദിവസം വർക്ക് ചെയ്യും എന്നുള്ള ഗ്യാരണ്ടി ഒന്നുമില്ല. 336 രൂപയ്ക്ക് ലാഭം എന്ന് വിചാരിച്ച് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇന്നത്തെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഇനിയും വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബാക്ക്ബോൺ. അപ്പൊ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.